വിചിത്രവാദവുമായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തി. അടിയന്തര ഘട്ടമല്ലാത്തതിനാൽ വൈകിയാണെങ്കിലും മുറിവ് വെച്ച് കെട്ടാമല്ലോ എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായാൽ ജനറേറ്റർ ഉപയോഗിക്കണമായിരുന്നുവെന്നും മന്ത്രി. ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിരുന്നു. ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് അവർ നേരത്തെ സൂചിപ്പിക്കേണ്ടതാണ്. ഏതാണ്ട് DHSനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പവർ കട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പവർ കട്ട് വേണ്ടി വന്നു. അത് വൈദ്യുതി മന്ത്രിയെ സൂചിപ്പിച്ചിട്ട്, പക്ഷെ അതുകൊണ്ട് ആശുപത്രിയിലെ കാര്യങ്ങൾ മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് പവർ കട്ട് ഉണ്ടെങ്കിൽ സർജറി നടത്താൻ അതിന് ശേഷം നടത്താം. പവർ കട്ട് അരമണിക്കൂറിലേ ഉള്ളൂ. അല്ലെങ്കിൽ ജനറേറ്റർ വാങ്ങി വയ്ക്കുക. അത് രണ്ടും ചെയ്യാതെ ഒരു അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും. ഒരു സംശയവും കാര്യത്തിൽ വേണ്ട. ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആശുപത്രി അധികൃതർക്കുമാണെന്നിരിക്കെയാണ് വൈകിയാണെങ്കിലും മുറിവ് വെച്ച് കെട്ടാമല്ലോ എന്ന മന്ത്രിയുടെ ന്യായീകരണം എത്തിയത്. നൗഫൽ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നൗഫൽ, കുറ്റം പവർ കട്ടിനും ആശുപത്രി അധികൃതർക്കും ഒന്നുമല്ല, അവിടേക്ക് എത്തിയ രോഗികൾക്കാണല്ലേ? ആര്യ, അത് തന്നെയാണ് ഇന്ന് വൈകുന്നേരം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും പറഞ്ഞതാണ്. അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. അക്കാര്യത്തിലാണ് വിചിത്രവാദവുമായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ പറയുന്ന രോഗി ആശുപത്രിയിൽ ചികിത്സ തേടുമ്പോൾ കറണ്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഈ പറയുന്ന അറ്റൻഡർമാരുടെ ഫോണിന്റെ വെളിച്ചത്തിൽ ചികിത്സ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ആരോഗ്യമന്ത്രിയുടെ ന്യായീകരണം അക്കാര്യത്തിൽ എന്തായാലും ഈ കറണ്ട് വന്നതിന് ശേഷവും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിസന്ധി മാറിയതിനു ശേഷവും ചികിത്സ നൽകാമല്ലോ എന്ന ഒരു വിചിത്രവാദമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ജനറേറ്റർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നാം വീണ്ടും പറയുന്നത്, ജനറൽ ആശുപത്രിയിൽ അടക്കം കറണ്ട് പോകുന്ന സാഹചര്യം, നെയ്യാറ്റിൻകരയിൽ അടക്കം ഈയിടയ്ക്ക് ചികിത്സാപ്പിഴവ് മൂലം ചികിത്സ കിട്ടാതെ മരിച്ച സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് ഓരോ ദിവസവും ഓരോന്നായി നമ്മൾ എടുത്തു കാണിക്കുന്നതാണ്. അത്തരത്തിലാണ് അവസാനമായി ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ സംഭവം ഉണ്ടാകുന്നു. അതിൽ വിചിത്രവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് മന്ത്രി പറഞ്ഞത്, കറണ്ട് വന്നതിന് ശേഷം ഒരാളുടെ ജീവൻ അപകടത്തിലാകുന്നതായാലും അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ കറണ്ട് ഇല്ലാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ കറണ്ട് വന്നതിന് ശേഷവും അത് ചെയ്യാമല്ലോ എന്നൊരു ന്യായീകരണമാണ് എന്തായാലും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആര്യ, ശരി, നൗഫലാണ് വിവരങ്ങൾ നൽകിയത്.